Good morning students. In the previous class we were discussing about section 71, 72 and 73, that is liquidation of cooperative society, appointment of liquidator and powers of liquidator. Today we are going to talking about section 74 and rule 69 and 70. First one, section 74, cancellation of registration of cooperative society. This section provides that the registrar shall by an order in writing cancel the registration of the society ordered to be wound up under the following circumstances. അതായത് വൈൻഡ് അപ്പ് ചെയ്യപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഇനി പറയുന്ന ഈ സർക്കംസ്റ്റാൻസസിലൊക്കെ രജിസ്ട്രാർ ക്യാൻസൽ ചെയ്തതായിട്ട് ഓർഡർ ഇഷ്യൂ ചെയ്യും. ഏതൊക്കെയാണ് സർക്കംസ്റ്റാൻസസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വെൻ നോ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഓർഡർ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാറുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ആ ഓർഡർ ഇഷ്യൂ ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടായിട്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യും. സെക്കൻഡ് വൺ, വെൻ ദി ലിക്വിഡേറ്റർ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആൻഡ് ദ അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഹാവ് ബീൻ wound up. അതായത് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുകയും അദ്ദേഹം കറക്റ്റായിട്ട് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും രജിസ്ട്രേഷൻ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ആൻഡ് തേർഡ് വൺ, ഇഫ് ദ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ദാറ്റ് ഫൈനൽ വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി ഈസ് നോട്ട് പോസിബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ്. ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഡിസ്ട്രക്ഷൻ സംഭവിച്ചതുകൊണ്ട് ഫൈനൽ വൈൻഡിങ് അപ്പ് പോസിബിൾ അല്ല എന്നുള്ള കേസിലും ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതായിട്ട് ഡിക്ലെയർ ചെയ്യും. ആൻഡ് ഫൈനലി, വെൻ ദ ലിക്വിഡേറ്റർ ഫെയിൽസ് ടു ടേക്ക് ചാർജ് ഓഫ് ലിക്വിഡേഷൻ ആഫ്റ്റർ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. ഇങ്ങനെ ലിക്വിഡേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്ത് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് 2 മാസത്തിനുള്ളിലും ലിക്വിഡേറ്റർ അതിൻ്റെ ചാർജ് എടുത്തിട്ടില്ലെങ്കിലും ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതായിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ദിസ് ഈസ് സെക്ഷൻ 74, cancellation of registration of cooperative societies under these 4 circumstances the registrar shall by an order in writing cancel the registration of cooperative society. And next one, rule 69. Rule 69 deals with procedure of liquidation. This is one of the important rule. Under this rule, the following procedure is to be adopted when the liquidator has been appointed under section 72 പ്രകാരം സെക്ഷൻ 72 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡേറ്റർ ഇനി പറയുന്ന ഈ റൂളിൽ പറയുന്ന പ്രൊസീജിയറൊക്കെയാണ് ലിക്വിഡേഷനുമായി റിലേറ്റഡ് ആയിട്ട് അണ്ടർടേക്ക് ചെയ്യേണ്ടത്. ഓരോ പ്രൊസീജിയറും ഓരോ സബ് റൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സബ് റൂൾ 1, ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ ഈസ് ടു ബി നോട്ടിഫൈഡ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഇങ്ങനെ ഒരു ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത കാര്യം ഒഫീഷ്യൽ ഗസറ്റിൽ എന്ത് ചെയ്യണം, നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് procedure. And the second procedure is the liquidator is to publish a notice regarding or requiring all claims against the society to be submitted within 2 months from the date of publication. അതായത് സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ ക്ലെയിമും, അതായത് സൊസൈറ്റി കൊടുക്കാനുള്ള ക്ലെയിമുകൾ, ആ എല്ലാ ക്ലെയിമുകളും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ആ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്ത് 2 months സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകളും സൊസൈറ്റിയിൽ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യണം. Then the third sub rule is the liquidator shall first settle the assets and liability of the society as stood on the date of winding up of society. അതായത് വൈൻഡിങ് അപ്പ് ഓർഡർ കൊടുത്ത അന്ന് തുടങ്ങിയുള്ള എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയും ലിക്വിഡേറ്റർ എന്ത് ചെയ്യുക, സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. ദെൻ ഹി ഹാസ് ടു ഡിറ്റർമിൻ ദ കോൺട്രിബ്യൂഷൻ ടു ബി മെയ്ഡ് ബൈ ഈച്ച് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, past members or legal representative of deceased member or by an officer or officers of the society. അതായത് ഇങ്ങനെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി സെറ്റിൽ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളും അത് പാസ്റ്റ് മെമ്പറാണോ, പ്രസൻറ്റ് മെമ്പറാണോ, ഡിസീസ്ഡ് മെമ്പറാണോ, ഓഫീസറാണോ, ഓഫീസേഴ്സാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുകയും അവർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് എത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ആരാണ്, ലിക്വിഡേറ്ററാണ്. Then the fourth procedure is the liquidator is required to submit to the registrar a quarterly progress report stating the progress made in the winding up of the society. The liquidator is empowered to make collection and to issue a valid receipt.
ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് ക്വാർട്ടർലി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടിയാണ്. എത്രയാണ് പ്രോഗ്രസ് റിപ്പോർട്ട്, ലിക്വിഡേഷൻ എവിടെ വരെയായി എന്നുള്ള ആ ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള, ക്വാർട്ടർലി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എടുക്കാനും അതിന് വാലിഡ് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റും ലിക്വിഡേറ്റർക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ലിക്വിഡേറ്റർ മേ ആക്ട് വിത്ത് പ്രീവിയസ് സാങ്ഷൻസ് ഓഫ് ദ രജിസ്ട്രാർ ഇഫ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ റൂൾസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോസിലും റൂൾസിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ലിക്വിഡേറ്റർ ചെയ്യേണ്ടത് രജിസ്ട്രാറുടെ പ്രീവിയസ് സാങ്ഷനോടുകൂടി ആയിരിക്കണം. ദെൻ ദ നെക്സ്റ്റ് വൺ, ദ ലിക്വിഡേറ്റർ ഷാൾ ഡിപ്പോസിറ്റ് all funds in the post office, saving banks or in the financing bank as approved by the registrar. The deposit shall be in the name of the liquidator. അതായത് ഈ ഒരു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ലിക്വിഡേറ്റർക്ക്. അതേപോലെ തന്നെ കളക്ഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടാനുള്ള കളക്ഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ എമൗണ്ടുകൾ കളക്ട് ചെയ്യാനുള്ള റൈറ്റുള്ള ലിക്വിഡേറ്റർ, ഇങ്ങനെ കിട്ടിയ ആ ഒരു സർപ്ലസ് എമൗണ്ട്, ഇപ്പോൾ ലയബിലിറ്റി ഒക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഈ എമൗണ്ടുകളെല്ലാം പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കിൽ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഫിനാൻസിങ് ബാങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ആരുടെ പേരിലായാലും ലിക്വിഡേറ്ററിൻ്റെ പേരിലാണ് ആ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് പ്രൊസീജിയർ ഈസ് ദ രജിസ്ട്രാർ ഷാൽ ഫിക്സ് ദ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ദി ലിക്വിഡേറ്റർ. സബ് റൂൾ 7 പറയുന്നത് ഈ ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണെന്നാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മളത് പറഞ്ഞിരുന്നു. ദെൻ സബ് റൂൾ 8, ലിക്വിഡേറ്റർ ഹാസ് ദ പവർ ടു കോൾ ഫോർ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനുള്ള റൈറ്റ് ലിക്വിഡേറ്റർക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ദ 9th one, ഇൻ എ ജനറൽ ബോഡി മീറ്റിംഗ് ഹി ഷാൽ സമ്മറൈസ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദി വൈൻഡിങ് അപ്പ് ആൻഡ് ടേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് ദ യൂട്ടിലൈസേഷൻ ഓഫ് സർപ്ലസ് ഫണ്ട് ഇഫ് എനി. അതായത് ഇങ്ങനെ വിളിക്കുന്ന ഈ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ അതുവരെയുള്ള വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീഡിങ് സമ്മറൈസ് ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന ലിക്വിഡേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ സർപ്ലസ് ഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് അതുമായി റിലേറ്റഡ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ടതും ഈ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ്. ആൻഡ് ഫൈനലി, ദ അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റി ഇഫ് എനി ടു ബി ഡിപ്പോസിറ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ ബാങ്ക്. അതായത് ഇപ്പോൾ കൊടുക്കാനുള്ളൊരു എമൗണ്ടാണ്, ഒരു മിസ്റ്റർ എ, ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള എമൗണ്ടാണ്, ആ വ്യക്തി ഇതുവരെ അത് ക്ലെയിം ചെയ്തിട്ടില്ല. ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലാണ് ആ എമൗണ്ട് ആ വ്യക്തിക്ക് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലെയിം ചെയ്യാത്ത ഒരു ലയബിലിറ്റി, അതിനാണ് നമ്മൾ അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു എമൗണ്ട് ആണെങ്കിൽ അത് ആ ഒരു അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റിയുടെ എമൗണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ബാങ്കിൽ എന്ത് ചെയ്യണം, ഡിപ്പോസിറ്റ് ചെയ്യണം. 3 വർഷത്തിനുള്ളിൽ ആ ഒരു വ്യക്തി അത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് എന്ത് ചെയ്യേണ്ടതാണ്, ആ എമൗണ്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലെയിംഡ് വിത്തിൻ 3 years, ദ രജിസ്ട്രാർ മേ ഡയറക്റ്റ് ദ ഫിനാൻസിങ് ബാങ്ക് ടു ട്രാൻസ്ഫർ ദി എമൗണ്ട് ഇൻ ടു ദി ബാഡ് ഡെറ്റ് റിസർവ് ഓഫ് ദി ബാങ്ക്. ഇനി അഥവാ ഈ പറയുന്ന 3 വർഷത്തിനുള്ളിൽ ആ വ്യക്തി അത് ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് ആ വ്യക്തിക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കില്ല. 3 വർഷം കഴിഞ്ഞാൽ ആ എമൗണ്ട് ഫിനാൻസിങ് ബാങ്കിൻ്റെ ബാഡ് ഡെറ്റ് റിസർവിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ലിക്വിഡേഷനുമായി റിലേറ്റഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ ഏതൊക്കെയായിരുന്നു, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഒഫീഷ്യൽ ഗസറ്റിൽ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത കാര്യം ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യാം. സെക്കൻഡ് വൺ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്ലെയിമുമായി റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസ് പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ലിക്വിഡേറ്റർ എന്തായിരുന്നു, ദ ലിക്വിഡേറ്റർ ഫസ്റ്റ് സെറ്റിൽ ചെയ്യേണ്ടത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. ദെൻ ലിക്വിഡേറ്റർ ക്വാർട്ടർലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ രജിസ്ട്രാറുടെ പ്രീവിയസ് സാങ്ഷനോട് കൂടിയാണ് ആക്ട് ചെയ്യേണ്ടത്. ദെൻ പിന്നെ ഈ ഒരു സർപ്ലസ് ആയിട്ട് കിട്ടിയുള്ള എമൗണ്ടുകളെല്ലാം പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കിൽ എന്ത് ചെയ്യണം, ഡിപ്പോസിറ്റ് ചെയ്യണം. ദെൻ രജിസ്ട്രാർ ആയിരിക്കും ഈ ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാനുള്ള റൈറ്റ് ലിക്വിഡേറ്റർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ വിളിക്കുന്ന ജനറൽ ബോഡി മീറ്റിങ്ങിൽ വൈൻഡിങ് അപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും എന്ത് ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. സർപ്ലസ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഡിസിഷനും എടുക്കണം. ലാസ്റ്റ്ലി അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റി ഫിനാൻഷ്യൽ ബാങ്കിൽ എന്ത് ചെയ്യണം, ഡിപ്പോസിറ്റ് ചെയ്യണം. ഇനി 3 വർഷത്തിനുള്ളിൽ ആ ഒരു ലയബിലിറ്റി ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ അത് ഫിനാൻസിങ് ബാങ്കിൻ്റെ ബാഡ് ഡെറ്റ് റിസർവിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും.
ദെൻ ഇതുമായി റിലേറ്റഡ് ഒരു കാര്യമാണ് പറയുന്നത്. ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ വിത്തിൻ എ പീരിയഡ് ഓഫ് 3 years ഫ്രം ദി ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. കഴിഞ്ഞ ക്ലാസ് നമ്മളത് പറഞ്ഞിരുന്നു. ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് 3 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇഫ് ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് കുഡ് നോട്ട് ബി കംപ്ലീറ്റഡ് വിത്തിൻ ദി സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് ഹി മേ അപ്ലൈ ടു ദ രജിസ്ട്രാർ ഫോർ എക്സ്റ്റെൻഡിങ് ദ പീരിയഡ് ഓഫ് ലിക്വിഡേഷൻ. അങ്ങനെ ആ ഒരു 3 വർഷത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഹി ക്യാൻ അപ്ലൈ ടു ദ രജിസ്ട്രാർ ഫോർ എക്സ്റ്റെൻഡിങ് ദ പീരിയഡ് ഓഫ് ലിക്വിഡേഷൻ. Then the registrar has the power to remove a liquidator at any time. ഏത് സമയത്തും ലിക്വിഡേറ്റർ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് രജിസ്ട്രാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലിക്വിഡേറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിമൂവ് ചെയ്യപ്പെട്ട ലിക്വിഡേറ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ്, ഡോക്യുമെൻറ്റ്സ് അതെല്ലാം പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അത് എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. അല്ലെങ്കിൽ രജിസ്ട്രാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വ്യക്തിക്ക് അത് എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. ദെൻ റൂൾ 70. ആസ് പെർ റൂൾ 70 ആണ്. ആസ് പെർ റൂൾ 70, ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഹാവ് ബീൻ ഫൈനലി വൂണ്ട് അപ്പ്. ദ ലിക്വിഡേറ്റർ ഈസ് ടു കീപ്പ് ഇൻ ഹിസ് ഓഫീസ് ഓൾ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഫോർ എ പീരിയഡ് ഓഫ് 3 years. എന്താ പറയുന്നത്, ആ ഒരു വൈൻഡപ്പ് ചെയ്യപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് 3 വർഷത്തേക്ക് ലിക്വിഡേറ്റർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എന്ത് ചെയ്തിരിക്കണം, കീപ്പ് ചെയ്യണം. ഓൺ എക്സ്പയറി ഓഫ് ദിസ് പീരിയഡ് ദ സെയിം മേ ബി ഡിസ്ട്രോയിഡ് ബൈ ദ ലിക്വിഡേറ്റർ ഓൺ ഗെറ്റിംഗ് അപ്രൂവൽ ഫ്രം ദി രജിസ്ട്രാർ. അതായത് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രാറുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്നതാണ്, ഡിസ്ട്രോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നുമില്ല, 3 വർഷം ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് റൂൾ 70 പറയുന്നത്. ഇത്രയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലിക്വിഡേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആൻഡ് റൂൾസ്. ദാറ്റ് ഈസ് സെക്ഷൻ 71, 72, 73 ആൻഡ് 74 ആൻഡ് റൂൾ 69 ആൻഡ് 70. ഓക്കെ, താങ്ക് യു.